കർണാടകയിലെ MSPL കമ്പനിക്ക് ഇരുമ്പയിര് ഖനനത്തിന് അനുമതി നൽകുന്നതിന്റെ ഒരാഴ്ച മുമ്പ് അർദ്ധരാത്രിയോടെയാണ് പണം നൌഷാദുമൊത്ത് എളമരം കരീമിന്റെ വീട്ടിലെത്തിച്ചത്. പണം കാറിന്റെ മാറ്റിനടിയിൽ അടുക്കി വെക്കുകയായിരുന്നു. കരീം കായുടെ പ്രൊജക്റ്റാണെന്നും പുറത്തറിഞ്ഞാൽ പദ്ധതി മുന്നോട്ട് പോവില്ലെന്നും നൌഷാദ് പറഞ്ഞു. ഇതിൽ ഈ 2010 ഈ അനുമതി കിട്ടുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് ഞങ്ങളിങ്ങനെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് അന്ന് അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് എടുത്ത് അവരെ ഹോട്ടലിലിറക്കി. പിന്നെ അവിടുന്ന് ഞങ്ങൾ വൈകുന്നേരമാണ് ഉച്ച സമയത്ത് പൈസയുമായിട്ട് നേരെ അവിടുന്ന് പോകുന്നത്. വണ്ടിയിൽ ഒക്കെ ഫുള്ള് വണ്ടിയിൽ അടക്കി വെക്കാനൊക്കെ ഞാനും കൂടിയിട്ടുണ്ട്. മാറ്റിൻ്റെ അടിയിലാണ് പൈസകളൊക്കെ വെച്ച് അത് വെച്ച് അതിൽ 2 പേരും അന്ന് 4 പേരുണ്ടായിന് അവർ ഡൽഹിയിൽ നിന്ന് വന്നത്. അതിൽ 2 പേര് ഞങ്ങളെ കൂടെ എറണാകുളത്ത് ഇറങ്ങി. ഞാനും നൌഷാദ് നേരെ ഇവിടെ കരീം ഖാൻ്റെ വീട്ടിൽ വന്ന് രാത്രി 10-12 മണിയായിരുന്നു. അപ്പോൾ നൌഷാദിന് പൈസ ഒക്കെ എടുത്ത് അവിടെ കൊടുത്ത് നൌഷാദ് പിന്നെ എന്നോട് ഈ പോയിക്കോ എന്ന് പറഞ്ഞു. ഭരണം മാറിയാലും പ്രശ്നമില്ല, വ്യവസായ മന്ത്രിയാവുക കുഞ്ഞാലിക്കുട്ടിയായിരിക്കും. അദ്ദേഹം നല്ല സഹകരണത്തിലാണെന്നും നൌഷാദ് പറഞ്ഞതായി സുബൈർ വ്യക്തമാക്കി. അവരെ ടീമിനോടൊക്കെ അവർ പറയും ഭരണം മാറി കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെ കുഞ്ഞാലിക്കുട്ടി എല്ലാ സൗകര്യവും നമുക്ക് ചെയ്തു തരും, ഞാനുമായിട്ട് നല്ല ബന്ധമാണ്, പിന്നെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിന് ഫോൺ കോൾ വരെ ചെയ്യുന്നില്ല. അതൊക്കെ പിന്നെ അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിട്ട് ഞങ്ങൾക്കറിയാം. 2009 മുതൽ 2012 വരെ കാലയളവിൽ MSPL കമ്പനി പ്രതിനിധികൾ പലതവണ തിരുവനന്തപുരത്തെത്തുകയും എളമരം കരീമുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. അടച്ചിട്ട മുറിയിലായതിനാൽ വിശദാംശങ്ങൾ അറിയില്ലെന്നും സുബൈർ പറഞ്ഞു. ഈ ആവശ്യത്തിന് നൌഷാദ് പല പ്രാവശ്യം ഡൽഹിയിലും പോയിട്ടുണ്ട്. നൌഷാദിന്റെ പേരിൽ കോഴിക്കോട് ജില്ലയിലെ 5 രജിസ്റ്റർ ഓഫീസുകൾക്ക് കീഴിൽ കരീമിന് ഭൂമിയുണ്ടെന്നും കരീമിന്റെ ബന്ധുവായതിനാലാണ് നൌഷാദിനെ വിശ്വസിച്ചതെന്നും സുബൈർ പറഞ്ഞു. ഭൂമി തട്ടിപ്പ് കേസിൽ പ്രതിയായ സുബൈറിനെ ഇന്ന് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തേക്കുമെന്ന് സൂചനയുണ്ട്. മീഡിയ 1 കോഴിക്കോട്.